എല്ലാവർക്കും മോസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇത് ഒരു ചാക്കാണ്. ഒരു ചാക്കിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ നൂല് വിടർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു ചാക്ക് ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ മടക്കിയിടുകയാണ്. ചാക്ക് തന്നെയാണത്. അത് നാല് ഭാഗം വരുന്ന രീതിയിൽ മടക്കുന്നുണ്ട്. നമ്മൾ അംബ്രല്ല സ്കേർട്ടിൻ്റെയൊക്കെ മണ്ട വെട്ടുന്നത് പോലെ ഇതും ഈ ഉള്ള ചാക്കും നമ്മൾ ആദ്യം എടുത്ത ചാക്കും അതുപോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ട് ഭാഗത്തെ അളവ് ഒരുപോലെ വരുന്ന പോലെ, അതായത് ഈ ചാക്കിൻ്റെ അടിഭാഗത്തുള്ള അളവ് ആ അളവ് തന്നെ കിട്ടുന്ന രീതിയിൽ, അതായത് അതുണ്ടോ ഇതുപോലെ തന്നെ ഇതുണ്ടോ ഇങ്ങനെ മടക്കി അത് അതേപടി ഇതുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഏകദേശം ആ അളവിൽ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മുകളിൽ നിന്ന് എല്ലായിടത്തും ഒരുപോലെ ആ അളവ് വരുന്ന രീതിയിൽ നമ്മളത് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത്. ആ റൗണ്ടിനുള്ള ആദ്യം എടുത്ത ചാക്കിൻ്റെ ആ റൗണ്ടിനുള്ള കറക്റ്റ് അളവാണോ എന്ന് ഇങ്ങനെ വരച്ചതിന് ശേഷം അളന്ന് നോക്കണം. അളന്ന് നോക്കിയിട്ട് കറക്റ്റ് അളവാണെങ്കിൽ മാത്രമേ അതുമായിട്ട് ചേരുകയുള്ളൂ, അല്ലെങ്കിൽ വ്യത്യാസം വരും. അപ്പോൾ ആ അളവ് കറക്റ്റാക്കി എടുക്കണം. അതിനുശേഷം ആ അളവിനുള്ള ഇത് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നു. അതുപോലെ ഒരു റൗണ്ട് കിട്ടും. അതുപോലെ നമ്മൾ 2 റൗണ്ട് അത് അടുത്ത ചാക്കിൽ നിന്ന് തന്നെ ഇതിങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് അടിഭാഗത്തെ റൗണ്ടും കൂടെ 2 ഭാഗത്തെ റൗണ്ടും കൂടെ നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ചാക്കെടുത്ത് നമ്മൾ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തുണി 2ആയി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു സാരിയുടെ പീസാണ്. ആ തുണിയിലേക്ക് മടക്കി ഇട്ട് കൊടുത്ത് 1/2 ഇഞ്ച് കൂടുതലിട്ട് നമ്മളത് വെട്ടിയെടുക്കുന്നു. അത് അങ്ങനെ ചാക്കിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് അത് വെട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ചാക്കിൻ്റെ പീസ് ഇതിലേക്ക് വെച്ച 2 പീസും നമ്മൾ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുന്നു. ഇങ്ങനെ വെട്ടിയെടുത്ത പീസ് നമ്മൾ അതിന് ശേഷം ഈ തയ്യൽ മെഷീനിൽ വെച്ച് ഇതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു. ചാക്ക് അവിടെ ഇവിടെയും ചുരുങ്ങിയൊക്കെ ആയിരിക്കുന്നത്. ഇതൊന്ന് നേരെ വരാൻ രീതിയിലാണ് ഇതുപോലെ ഇടയ്ക്കോടെയൊക്കെ 3-4 അടുപ്പൊക്കെ കൊടുത്ത് ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് അതായിട്ട് ചേരാൻ വേണ്ടിയാണ് അടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം, ചാക്കിൻ്റെ നല്ല വശം പുറഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മളത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഈ തുണി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അകഭാഗം വരുന്നവിടം ഇങ്ങനെ നല്ലൊരു മിനുസം കിട്ടും അങ്ങനെ ചെയ്യുവാണെങ്കിൽ. അതുപോലെ നമ്മൾ ആ ചാക്കിൻ്റെ അളവിന് വെട്ടിയെടുത്ത തുണിയാണ് ഇപ്പോൾ സൈഡ് യോജിപ്പിച്ച് ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ തുണി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ചാക്കിന് പുറത്തേക്ക് നമ്മളിതിങ്ങനെ കയറ്റിയിടുക ചെയ്യും. ചാക്കിനെ ചാക്ക് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറം ഭാഗം വരുന്ന രീതിയിൽ ഈ തുണിക്കകത്തേക്ക് ഈ ചാക്ക് നമ്മൾ ഇറക്കി കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഈ അടിഭാഗം ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് ഇങ്ങോട്ടും മാറാതെ അളവൊക്കെ കറക്റ്റായിട്ട് വെച്ച് ഒന്ന് യോജിപ്പിച്ച് ഇതുമായിട്ട് അടിച്ചു കൊടുക്കണം. കൂടുതൽ കുറവൊന്നും വരാതെ കറക്റ്റായിട്ട് അളവ് കറക്റ്റായിരിക്കണം. അളവിന് ഇങ്ങനെ അടിച്ചെടുക്കണം. 2 ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. 2ാമത്തെ ഭാഗം അടിക്കുമ്പോൾ എവിടെയെങ്കിലും തുണി കൂടുതൽ, സാരിയുടെ പീസ് ആയതുകൊണ്ട് സ്വല്പമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. ചിലപ്പോൾ അതല്പം കയറ്റി ഇറക്കി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതൊന്ന് വലിച്ചു വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2ാമത്തെ ഭാഗവും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം സൈഡിൽ ഇങ്ങനെ ബാലൻസ് തുണി ഇങ്ങനെ കിടക്കുന്നത്, ആ തുണി ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്, അതായത് അതുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വലിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ് ഈ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് 2 പീസും നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസിലേക്ക് ഒരു ഭാഗത്തേക്ക് ഈ റൗണ്ടായിട്ട് വെട്ടിയെടുത്ത ഈ ഭാഗം ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാക്ക് നമ്മൾ മറിച്ചിട്ടേച്ചിട്ട് ഇങ്ങനെ നല്ല ഭാഗങ്ങൾ തമ്മിൽ വരുന്ന രീതിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ ഭാഗവും പിടിച്ച് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് നേരത്തെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ പിടിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ട് മാറും. പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക്
അത് ഇച്ചിരിയുടെ ഈ പിടിച്ച് കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കുന്നതിലും പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം ഇങ്ങനെ അടിച്ചെടുക്കാം. അത് ഇച്ചിരി ലൂസായിട്ട് നൂലിട്ട് കൊടുക്കേണ്ടി വരും. ചാക്കിയൊക്കെ ആയതുകൊണ്ട് തുണി അടിക്കുന്ന അതേ കണ്ടീഷനിൽ ഇട്ടാൽ ചിലപ്പം പൊട്ടി പോകും. അതുകൊണ്ട് സ്വല്പം ലൂസാക്കി നൂലിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ ഭാഗം വെച്ച് ഇതുപോലെ അടിച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഒരടിപ്പ് അടിച്ചാൽ പോരാ, അവിടെ ഒരു 2 അടിപ്പെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 തവണയെങ്കിലും കുറഞ്ഞത് നമ്മളവിടെ അടിച്ച് നല്ലപോലെ ഉറപ്പിച്ചെടുക്കണം. അതിൻ്റെ സൈഡിൽ കൂടെ അടിപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറുവശമാണ്, മുകൾ ഭാഗമാണ്. ആ മുകൾ ഭാഗത്തിൽ ഇങ്ങനെ തുണിയൊന്നും പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറ്റി വെച്ച് ഒരടിപ്പും കൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഭാഗം വരുന്നിടത്തേക്ക് തുണി ഇങ്ങനെ തള്ളി വരും. അപ്പോൾ അങ്ങനെ തള്ളി വരാതിരിക്കാൻ, ഈ സാരിയുടെയൊക്കെ തുണി ആയതുകൊണ്ട് തള്ളി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരടിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോള് ഭാഗം നല്ല ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ മോള് ഭാഗത്തേക്കുള്ള തുണി നമ്മൾ വെച്ച് ഇങ്ങനെ അവിടെ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി 2 വള്ളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ, ഒത്തിരി വലുപ്പമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇത് 21 ഇഞ്ച് വെച്ചുള്ള വള്ളിയുണ്ട്. ആ വള്ളി നമ്മളിങ്ങനെ 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗം അടിച്ചെടുത്ത 2 വള്ളികൾ ഇനി ഈ ചാക്കിലേക്ക് വെച്ച് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചാക്കിലേക്ക് തുണി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, ഈ ചാക്കിൻ്റെ, അതായത് ആ വലിയ ചാക്കാണ് എടുത്തിരിക്കുന്നത്, ആ ചാക്ക് ഇങ്ങനെ മടക്കിയിട്ട് അതിന് നടുഭാഗം അടയാളപ്പെടുത്തി 2 സൈഡിലേക്കും തുല്യമായിട്ട് എത്ര ഇഞ്ചാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊരു 3 ഇഞ്ച് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് 2 ഭാഗത്തും ഈ വള്ളി വെച്ച് കൊടുക്കാം. ഈ വള്ളി വെക്കുമ്പോൾ ഇതുപോലെ അകത്തുനിന്നല്ല ഈ വള്ളി വെച്ച് കൊടുക്കുന്നത്. ഈ വള്ളി വെക്കുന്നത് നമ്മൾ പുറത്തുനിന്നാണ് വെച്ച് കൊടുക്കുന്നത്. പുറം ഭാഗത്തു നിന്നാണ്. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ പുറം ഭാഗത്തു നിന്ന് വേണം ഈ വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ആ സൈഡ് യോജിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സൈഡിലും അതേ അളവിൽ പുറത്ത് നിന്ന് ആ വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെയും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ നടുക്ക് അടയാളം വിട്ടതല്ല, അതിനിപ്പുറത്തായിട്ട് ഒരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ, അവിടേക്ക് വെച്ച് നമ്മൾ ഈ ഭാഗങ്ങളും യോജിപ്പിക്കണം. അങ്ങനെ 2 സൈഡും നമ്മൾ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി സിബ് വെക്കുവാണ്. ആദ്യം നമ്മൾ ഈ റൗണ്ടയിലേക്കാണ് സിബ് വെച്ച് കൊടുക്കുന്നത്. ഇത് 2ആയിട്ട് വിടർത്തി എടുക്കാവുന്ന സിബാണ്. വിടർത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ് ഇച്ചിരിയുടെ എളുപ്പം. കാരണം ആദ്യം തുടങ്ങുന്ന ഭാഗത്തും തീരുന്ന ഭാഗത്തും അല്പം സിബ് കൂടുതലിടണം എന്നേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ആദ്യം തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ ഇതിനൊരു തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കഷ്ണം തുണി പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ അടിച്ച് നിർത്തിയതിന് ശേഷം ഇതിന് പുറം കാണി അടിച്ച് കൊടുക്കണം. പുറം കാണി അടിച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് പതിഞ്ഞിരിക്കുകയില്ല. പതിഞ്ഞിരുന്നില്ലെങ്കിൽ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുമ്പോൾ അതിനെ ഈ നൂലൊക്കെ സിബിനിടയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പതിച്ച് വെച്ച് പുറം കാണി അടിച്ച് കൊടുക്കുന്നത്. ഇനി ഈ സിബിൻ്റെ മറുഭാഗത്തേക്ക് നമ്മൾ ഇത് ചാക്ക് വെച്ച് കൊടുക്കുകയാണ്. ചാക്കിൻ്റെ ഇങ്ങനെ വേണം ചാക്ക് വെച്ച് കൊടുക്കാനായിട്ട്. നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ചാക്ക് വെച്ച് കൊടുക്കണം. ഈ സിബ് വേണമെങ്കിൽ ഈ സമയം നമുക്ക് 2ആയിട്ട് വിടർത്തിയിട്ട് വേണമെങ്കിലും ചെയ്യാം. 2ആയിട്ട് വിടർത്തിയിട്ട് ചെയ്താലാണ് നമുക്കത് എളുപ്പമായിട്ട് കിട്ടുന്നത്. വിടർത്താതെ ചെയ്യാൻ പാടാണ്. വിടർത്തിയിട്ട് തന്നെ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിന് തിരിച്ച് വെച്ചിട്ട് ഇതിന് പുറം കാണി അടിച്ചു കൊടുക്കണം. തിരിച്ച് വെച്ചിട്ട് ഇതുപോലെയാണ്. ഇങ്ങനെ ഇത് കണ്ടോ, തുടങ്ങുന്നിടത്ത് കുറച്ച് സിബ് കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ആണ് ഇങ്ങനെ പുറം കാണി അടിച്ചു കൊടുക്കുന്നത്. കൈ വരുന്നത് ഇതുപോലെ വെച്ചിട്ട് വേണം കൈഭാഗം വരുന്നിടത്ത് അടിച്ചു കൊടുക്കാനായിട്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ. അങ്ങനെ ഇതിന് പുറം കാണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിബുകൾ തമ്മിൽ
നമുക്ക് ഇതിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കുകയാണ്. റണ്ണർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ സിബ് നമുക്ക് ഊർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 4 ഭാഗങ്ങളും കൂടെ ചേർത്താണ് നമ്മളിതേ വെച്ച് അടിച്ചു കൊടുക്കുന്നത്. അത് രണ്ടായിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. ഇത് 4 ഭാഗം കൂടെ ഒന്നിച്ച് വെച്ച് ഇതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് 2 ഭാഗം സെപ്പറേറ്റ് വെച്ച് കൊടുത്താലും മതി. അപ്പം ഇത് ഇപ്പം 4 ഭാഗത്തെ 4 സിബും കൂടെ ഒന്നിച്ച് വെച്ച് ഒരു അല്പം തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. അടിയിലൊരു റൗണ്ട് പീസിൽ ഒരു കാർഡ്ബോർഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, റൗണ്ടായിട്ട് തന്നെ വെട്ടി അടിയിലത്തെ ഷേപ്പിലിടുകയാണെങ്കിൽ അടിഭാഗം നല്ല ഇതായിട്ട് നിൽക്കും. ഞാൻ ഇവിടെ ചുമ്മാ 2-3 കാർഡ്ബോർഡ് ഇതിൻ്റെ പീസ് ഇവിടെ കിടന്ന് എടുത്തതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരലമാരയുടെ ഒരു കളിയിലെ മുഴുവൻ തുണി ഉറപ്പായിട്ടും നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. വലിയ കമ്പിളികൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ധാരാളം സ്ഥലം ലാഭിക്കാനും തുണികളൊക്കെ കേടുകൂടാതെ ഇരിക്കാനും ഇങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് ബാഗ് ഉപകാരപ്പെടും. ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അലമാരയുടെ ഒരു കള്ളി ഇതാ കാലിയായിട്ടുണ്ട്. അതിനകത്തുള്ള തുണി മുഴുവൻ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കമ്പിളി കയറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഇത്. കൈകൊണ്ട് വേണമെങ്കിലും ഇത് തയ്ക്കാവുന്നതാണ്. മെഷീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.